നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് പൂയം നക്ഷത്രക്കാരുടെ 2025 ജനുവരി മാസം 1-ാം തീയതി മുതൽ 2025 ഡിസംബർ 31 വരെയുള്ള വർഷഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നീ മാസങ്ങളിൽ പൂയം നക്ഷത്രക്കാർക്ക് കടബാധ്യതകൾ പരിഹരിക്കുകയും കുടുംബാന്തരീക്ഷം സന്തോഷപ്രദമായിരിക്കുകയും രോഗങ്ങൾ പിടിപെടാൻ സാധ്യത വളരെ കൂടുതലാണ്. വിദ്യാർത്ഥികൾക്ക് അത്ര നല്ല സമയമല്ല. കൂട്ടുകച്ചവടത്തിൽ നിന്നും പിന്മാറുകയും വിവാഹകാര്യങ്ങൾക്ക് അനുകൂല സ്ഥിതി ഉണ്ടാകുമെങ്കിലും ഇടവിട്ട് തടസ്സവും ഉണ്ടാകുന്നതാണ്. ഏതു കാര്യത്തിലും അല്പകാലതാമസം നേരിടേണ്ടതായ അവസ്ഥയും ഉണ്ടാകുന്നു. ജോലിയിൽ പലവിധ ക്ലേശങ്ങൾ ഉണ്ടാകുകയും ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുകയും വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകുവാനും കാലം അനുകൂലമാകുന്നു. ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കുകയും ചില പുണ്യക്ഷേത്ര ദർശനം നടത്തുകയും ശത്രുക്കളുടെ ശല്യം വർദ്ധിക്കുകയും ഫലമാകുന്നു. പരിഹാരമായി വിഷ്ണു ക്ഷേത്ര ദർശനവും വിഷ്ണുവിന് പാൽപ്പായസം നടത്തുന്നതും ഉത്തമമാകുന്നു. ഏപ്രിൽ, മെയ്, ജൂൺ ഈ മാസം പണം സൂക്ഷിച്ച് ചെലവ് ചെയ്യും. കാലിനോ നടുവിനോ പരിക്കുപറ്റുവാൻ സാധ്യതയുണ്ടാകുന്നു. വാഹനങ്ങൾ വാങ്ങുകയും വീടുകൾ പുതുക്കിപ്പണിയുകയും സന്താനലബ്ധി ഉണ്ടാകുകയും ജീവിത രീതിയിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരികയും കേസുകൾ വന്നുപെടാതെ സൂക്ഷിക്കുക. പിതാവിന് ഇടവിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അനാവശ്യ ചിന്തകളാൽ മനപ്രയാസം ഉണ്ടാകുകയും ദാമ്പത്തിക ജീവിതം സുഖകരമായിരിക്കുകയും ആവശ്യമായ സഹായം പലരിൽ നിന്നും ലഭിക്കുകയും തലവേദന, ചെവിവേദന എന്നിവയാൽ വലയുകയും യുവജനങ്ങൾ അലസത പ്രകടിപ്പിക്കുകയും ഭൂമി വിൽക്കുവാനും സാധിക്കും. സംഘടനാ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കുകയും ചെയ്യും. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ മാസങ്ങളിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും സമാധാനവും വന്നുചേരുകയും മകൻ്റെ ജോലിക്കു വേണ്ടി ധാരാളം അലച്ചിലുകൾ ആവശ്യമായി വരും. നികുതി ബാധ്യത തീർക്കും. ഗൃഹത്തിന് അറ്റകുറ്റപ്പണികൾ നടത്തും. ഗൃഹോപകരണങ്ങൾക്കായി പണം ചെലവാക്കും. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിതല പഠനത്തിന് അവസരം വന്നുചേരുകയും വാഹനാപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുകയും വിനോദയാത്രകൾ നടത്തുകയും കർമ്മരംഗത്ത് വിജയിക്കുകയും വിദ്യാർത്ഥികളുടെ അലസത പഠനത്തെ ബാധിക്കുകയും സ്ത്രീകൾക്ക് ജോലി ലഭിക്കുകയും സന്താനങ്ങൾ ജനിക്കുന്നതിനും കാലം ഉത്തമമാകുന്നു. നഷ്ടപ്പെട്ടു പോയ പല വസ്തുക്കൾ തിരികെ ലഭിക്കുവാനും കാലം അനുകൂലമാകുന്നു. പരിഹാരമായി അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം നടത്തുകയും കൃഷ്ണന് പാൽപ്പായസം നടത്തുന്നതും വളരെ ഉത്തമമാകുന്നു. ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ മാസങ്ങളിൽ വീടുപണിക്ക് തുടക്കം കുറിക്കുകയും കർമ്മരംഗത്ത് പുരോഗതിയും പ്രശസ്തിയും ഉണ്ടാകുകയും കൃഷിയിൽ നിന്നും വരുമാനം ലഭിക്കുകയും ജോലിയിൽ സ്ഥാനക്കയറ്റമുണ്ടാകുകയും ദൂരയാത്രകൾ ചെയ്യേണ്ടതായും വരും. സ്ത്രീകൾക്ക് ആഭരണങ്ങളും മറ്റ് ആഡംബര വസ്തുക്കളും ലഭിക്കും. ശത്രുക്കളുടെ നീക്കത്തെ പരാജയപ്പെടുത്തും. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ദേഹാരിഷ്ടതകൾ ഉണ്ടാകും. വ്യവസായികൾക്ക് വ്യവസായത്തിൽ നഷ്ടമുണ്ടാകുവാൻ വളരെയധികം സാധ്യതയേറുന്നു. സന്താനങ്ങളുടെ പല നേട്ടത്തിലും അഭിമാനം ഉണ്ടാകും. പരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് ബുധനാഴ്ചകളിൽ വെറ്റിലമാല ചാർത്തുന്നതും കൃഷ്ണന് ബുധൻ, വ്യാഴം എന്നീ ദിവസങ്ങളിൽ തുളസിമാല സമർപ്പിക്കുന്നതും വളരെ ഉത്തമമാകുന്നു.